ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നിങ്ങൾ ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഓരോ ദിവസവും കുറഞ്ഞത് എനിക്കൊരു 10-50 മെസ്സേജ് എങ്കിലും വരും. ഫാർമസിക്കാരാണ് സർ, ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയോ, തുടങ്ങാറായോ, തുടങ്ങിയിട്ടുണ്ടോ, തുടങ്ങിക്കഴിഞ്ഞോ, ഇപ്പോൾ ചെയ്യണോ, ഇനി ഏത് കോളേജ് കിട്ടും? കാരണം എനിക്ക് മനസ്സിലാകും. കാരണം നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് കാര്യം നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതാണ്. അവർക്ക് ഓരോന്നായിട്ട് വന്ന് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പോലും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഇനി അഥവാ വിട്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണോ എന്ന ചിന്തയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ കീം വെബ്സൈറ്റ് വഴിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, കഴിഞ്ഞ വർഷം ജൂലൈ 11, 12 ആ തീയതികളോട് അടുപ്പിച്ചിട്ടാണ് ഈ പറയുന്ന ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതും അതിനുശേഷം 15, 16 തീയതി വരെ ഏകദേശം 4-5 ദിവസം നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ ഓപ്ഷൻസ് കൊടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള പലരും ഓൾറെഡി പ്രീ ബുക്കൊക്കെ ചെയ്ത് മാനേജ്മെന്റ് സീറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പഠിച്ച് ഫാർമസിയുടെ കീം പരീക്ഷ എഴുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ആയിട്ടും അല്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ലോയർ ഫീസിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാർമസി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും BRKൻ്റെ ഡിഫക്റ്റ് വന്നിട്ടുണ്ട്. കീം മെഡിക്കൽ അലയൻസ് കോഴ്സിൻ്റെ ആ ഒരു ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ ആഴ്ച അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അതിനു മുമ്പ് എന്ത് വരും, ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ 100% വരാൻ നല്ലൊരു സാധ്യതയുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജൂലൈ 18 കൂടുതൽ പോവില്ല, ജൂലൈ 18 തന്നെ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായിട്ട് എവിടെ വരും, കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെയും അത് വന്നിട്ടില്ല. സോ എന്താണ്, നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനെ പോലെ ഒരാഴ്ച കിട്ടണമെന്നില്ല, ബട്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അലോട്ട്മെന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറിയ ടൈം ഗ്യാപ്പുകൾ മാത്രമേ ഇടുകയുള്ളൂ. നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങളുടെ ട്രയലും ഫസ്റ്റ് അലോട്ട്മെന്റും വരും. അതിനുള്ള സാധ്യതയുമാണ് കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ. സോ മക്കളെ, കാത്തിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് നോക്കിയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് സെറ്റാക്കി ഇരിക്കുക. പിന്നെ റിസ്ക് ഉണ്ട്, കിട്ടുമെന്നൊക്കെയുള്ള ഡൗട്ട് ഉള്ളവരാണ് എങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2 ഈ പറയുന്ന പോലെ മറ്റ് കോളേജുകളിലൊക്കെ ഓൾറെഡി മാനേജ്മെന്റ് സീറ്റൊക്കെ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ അഫോർഡബിലിറ്റി, പിന്നെ ആ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. കാരണം കേരളത്തിൽ ആകെ 5 മെഡിക്കൽ കോളേജുകളാണുള്ളത്. ടോട്ടൽ കോളേജുകൾ എടുത്താൽ തന്നെ ഇത്രയും സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി അല്ല പല കോളേജുകളിലും. അപ്പോൾ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് നിങ്ങൾ അല്ലാതെ ചേരുന്ന കോളേജുകളാണെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. കാരണം ഫാർമസി, BPharm പോലുള്ള കോഴ്സ് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ ഒരുപാട് ഫെസിലിറ്റീസും അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ.